ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വിന്നേഴ്സ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് ഒരു ബ്രിട്ടീഷ് ഇമ്പീരിയലിസം, അതായത് ബ്രിട്ടീഷുകാരുടെ ഇന്ത്യയിലെ സാമ്രാജ്യത്വത്തെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്തത്. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം എന്താ വെച്ചാൽ, അത് എന്ത് പ്രത്യയശാസ്ത്രത്തിൻ്റെ കീഴിലാണ് ഇന്ത്യക്കാരെ ബ്രിട്ടീഷുകാർ ഭരിച്ചത് എന്നുള്ളതാണ്. അതായത് അവർക്ക് കുറേ എന്തുണ്ടാവും, അവർക്ക് കുറേ പ്രത്യയശാസ്ത്രങ്ങൾ ഉണ്ടാവും. അതായത് ഓരോ നിയമസംഹിതകൾ, അതായത് ഇങ്ങനെയാണ് ഓരോ ഭരിക്കേണ്ടി. അപ്പോൾ അങ്ങനത്തെ കുറേ നിയമസംഹിതകൾ ഉണ്ടാവും. അപ്പോൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ബ്രിട്ടീഷുകാർ ഇന്ത്യയെ ഭരിച്ചത് എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ട് പറയാനുള്ള കാര്യം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എല്ലാവരും കാണാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ഹിസ്റ്ററി പഠിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ ബ്രിട്ടീഷ് രാജിൻ്റെ പ്രത്യയശാസ്ത്രം, ഐഡിയോളജീസ് ഓഫ് ബ്രിട്ടീഷ് രാജ്. അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ബ്രിട്ടീഷുകാർ സ്വന്തം ന്യായീകരിക്കേണ്ടത് എന്താ വെച്ചാൽ, അതായത് ഒരു ആഫ്രിക്കൻ ഏഷ്യൻ, അതായത് ഈ രണ്ട് രാജ്യങ്ങളാണല്ലോ ബ്രിട്ടീഷ് അധിനിവേശം കൂടുതലുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ആഫ്രിക്കൻ ഏഷ്യൻ രാജ്യങ്ങളെ പരിഷ്കരിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നാണ് ഓല് പറയുന്നത്, ഈ ബ്രിട്ടീഷുകാർ പറയുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ് വൈറ്റ് മാൻസ് ബർഡൻ എന്നുള്ളത്. നമ്മളെ റുഡ്യാർഡ് കിപ്ലിംഗ് എഴുതിയ ഒരു ഗ്രന്ഥമാണ് വൈറ്റ് മാൻസ് ബർഡൻ എന്നുള്ളത്. അപ്പോൾ ആ ഒരു ഗ്രന്ഥത്തിൻ്റെ പേര് ഒന്ന് ഓർത്തു വെക്കുക, ചിലപ്പോൾ 2 മാർക്കിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. വൈറ്റ് മാൻസ് ബർഡൻ എഴുതിയത് റുഡ്യാർഡ് കിപ്ലിംഗ് എന്നുള്ളതാണ്. അതായത് ഈ ഒരു ഗ്രന്ഥത്തിലൂടെ ഈ ഒരു റുഡ്യാർഡ് കിപ്ലിംഗ് പറയുന്നത് എന്താ വെച്ചാൽ, ഈ ഒരു വെള്ളക്കാരാണ് ഭരിക്കേണ്ടത്. നമ്മളിങ്ങനെ അവരുടെ കീഴിലിങ്ങനെ അവരുടെ ഭരണം ഇങ്ങനെ അവരിങ്ങനെ കൽപ്പിക്കും, നമ്മളതിങ്ങനെ അനുസരിച്ചിങ്ങനെ ജീവിക്കുക, അതാണ് നമ്മുടെ ലക്ഷ്യം, അതാണ് പറയുന്നത്. അതായത് വെള്ളക്കാർ ഭരിക്കേണ്ടവരും അതേമാതിരി നമ്മളെന്താണ് ഭരിക്കപ്പെടേണ്ടവരും ആവണം എന്നുള്ളതാണ് ഈ ഒരു റുഡ്യാർഡ് കിപ്ലിംഗ് ഈ ഒരു വൈറ്റ് മാൻസ് ബർഡൻ എന്നുള്ള ഇതിലൂടെ പറയുന്നത്. അപ്പോൾ പിന്നെ അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ, ഈ ഒരു ബ്രിട്ടീഷുകാർക്ക് കുറേ പ്രത്യയശാസ്ത്രങ്ങളുണ്ടായിരുന്നു. അതായത് പല പ്രത്യയശാസ്ത്രത്തിൻ്റെയും കീഴിലായിരുന്നു ഇവരെന്തായത് ഒരു ഭരണം നടത്തിയെന്നാണ് അദ്ദേഹം പറയുന്നത്. മെർക്കൻ്റലിസം, ഓറിയൻ്റലിസം, അതുപോലെ തന്നെ ആംഗ്ലിസിസം, അതുപോലെ തന്നെ ഇവാഞ്ചലിക്കലിസം, ലിബറലിസം, ഇതൊക്കെ ഓരോരോ അവരുടെ പ്രത്യയശാസ്ത്രങ്ങളാണ്, ഐഡിയോളജീസാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഐഡിയോളജീസ് എന്താണെന്ന് നോക്കാം. മെർക്കൻ്റലിസം എന്ന് പറഞ്ഞാൽ ലാഭകരമായ വ്യാപാരത്തിലൂടെ ദേശീയ പുരോഗതി കൈവരിക്കുക. അതായത് ഒരു കച്ചവടാവശ്യാർത്ഥം എങ്ങനെയാണ് ഇവിടെ നിൽക്കേണ്ടത്, അപ്പോൾ ആ ഒരു കച്ചവടാവശ്യാർത്ഥത്തിൽ നമ്മളിവിടെ എന്തൊക്കെ ചെയ്ത് കൂട്ടേണ്ടി, ആ കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ചെയ്യുക. ഒരു വ്യാപാരത്തിന് നമുക്ക് എങ്ങനെ ഒരു ലാഭം ഇവിടെ നിന്ന് കൊയ്തെടുക്കാം, അപ്പോൾ അതിനു വേണ്ടി ഇവിടെ എന്തൊക്കെ ചെയ്യാം. അപ്പോൾ ആ രീതിയിൽ ഈ ഒരു ഇന്ത്യക്കാരെ ഭരിക്കാനുള്ളതാണ് ഒന്നാമത്തെ ഐഡിയോളജി, അതാണ് മെർക്കൻ്റലിസം എന്ന് പറയുന്നത്. ഇനി ഓറിയൻ്റലിസം എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ, അത് കുറച്ചും കൂടി നമുക്ക് അനുകൂലമായൊരു ഐഡിയോളജിയാണ് ഓറിയൻ്റലിസം. അതായത് ഇന്ത്യക്കാർ ഭരിക്കപ്പെടേണ്ടത് അവരുടെ പാരമ്പര്യങ്ങളാണ്, ഇന്ത്യക്കാരുടെ പാരമ്പര്യങ്ങൾ എങ്ങനെയാണ്, അതേമാതിരി അവരുടെ നിയമങ്ങൾ എങ്ങനെയാണ്, അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ ഭരിക്കുക എന്നുള്ളതാണ് ഓറിയൻ്റലിസ്റ്റുകൾ വാദിക്കുന്നത്. അപ്പോൾ ഓറിയൻ്റലിസം, മെർക്കൻ്റലിസം. മൂന്നാമത്തേതാണ് ആംഗ്ലിസിസം. അപ്പോൾ ഈ ആംഗ്ലിസിസം നമുക്ക് എതിരാണ്. അതായത് നമ്മുടെ ഇന്ത്യക്കാരെ ബ്രിട്ടീഷുകാർ എന്താവണം, ബ്രിട്ടീഷുകാരുടെ നിയമങ്ങൾ, ബ്രിട്ടീഷുകാരുടെ പാരമ്പര്യങ്ങൾ, അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഭരിക്കപ്പെടേണ്ടതെന്നാണ് ഈ ഒരു ആംഗ്ലിസിസം പറയുന്നത്. അപ്പോൾ ഈ ആംഗ്ലിസിസ്റ്റുകൾ ഈ ഒരു ബ്രിട്ടീഷുകാർ അവരുടെ പാരമ്പര്യങ്ങളും അവരുടെ നിയമങ്ങളും ഉൾപ്പെടുത്തി നമ്മളെ ഭരിക്കണം എന്നാണ് ആംഗ്ലിസിസ്റ്റുകൾ വാദിക്കുന്നത്. പിന്നെ മറ്റൊരു നിയമമാണ് ഇവാഞ്ചലിക്കലിസം എന്ന് പറഞ്ഞാൽ, അത് ക്രിസ്തുമതത്തിൽ അധിഷ്ഠിതമാണ്. അതായത് ഒരു ക്രിസ്തുമത വിശ്വാസമാണ് ഏറ്റവും ഉത്തമം, അതായത് ടോപ്പ് ലെവലിൽ നിൽക്കേണ്ട ഒരു വിശ്വാസമാണ് ക്രിസ്തുമതം. അപ്പോൾ അതനുസരിച്ചാണ് എല്ലാവരെയും എന്താവണം ഭരിക്കേണ്ടത്. ആ ഒരു ക്രിസ്തുമതത്തിൻ്റെ പ്രചാരണമാണ് ഈ ഒരു ബ്രിട്ടീഷുകാരുടെ ലക്ഷ്യം. ഇതാണ് ഈ ഒരു ഇവാഞ്ചലിക്കലിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഇവാഞ്ചലിക്കലിസ്റ്റുകൾ വാദിക്കുന്നത് ക്രിസ്തുമതത്തിൻ്റെ വ്യാപനമാണ്. പിന്നെ അടുത്താണ് ലിബറലിസം. ലിബറലിസം എന്ന് പറഞ്ഞാൽ ഈ ഒരു ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ ലക്ഷ്യം എന്താ വെച്ചാൽ, നമ്മളിങ്ങനെ ഇന്ത്യക്കാരെങ്ങനെ കീഴടക്കുക, അല്ലെങ്കിൽ ആഫ്രിക്കക്കാർ, ഏഷ്യൻ രാജ്യങ്ങളിങ്ങനെ കീഴടക്കുക മാത്രമല്ല, അവരിലുണ്ടായിരുന്ന ഒരു അപരിഷ്കൃതമായ കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് അവരൊന്ന് പരിഷ്കൃത രൂപത്തിലേക്ക് അവരെ പരിഷ്കരിക്കുക എന്നുള്ളതാണ് ഈ ഒരു ലിബറലിസ്റ്റുകൾ വാദിക്കുന്നത്. അപ്പോൾ ഈ ഒരു 5 സാധനങ്ങൾ ഓർത്തു വെക്കുക: മെർക്കൻ്റലിസം, ഓറിയൻ്റലിസം, ആംഗ്ലിസിസം, ഇവാഞ്ചലിക്കലിസം, ലിബറലിസം. പിന്നെ ഒന്നുകൂടി ഉണ്ട് ഉപയുക്തതാവാദം. അതായത് ഉപയുക്തതാവാദം നമുക്കറിയാം, അതിൻ്റെ ഉപജ്ഞാതാവ് ജെറമി ബെന്താമാണ്. നമ്മൾ ഈ ഒരു എക്കണോമിക്സൊക്കെ പഠിച്ചവർക്കറിയാം അതിൻ്റെ ഈ ഒരു ഉപയുക്തതാവാദത്തിൻ്റെ അതായത് യൂട്ടിലിറ്റേറിയനിസം, അതിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ജെറമി ബെന്താമാണ്. അതായത് ഏറ്റവും കൂടുതൽ സന്തോഷം എന്തിലാണ് കിട്ടുന്നത്, അപ്പോൾ അതനുസരിച്ച് പ്രവർത്തിക്കുക. ഇപ്പോൾ ഏത് രീതിയിൽ ഭരിക്കുമ്പോഴാണ് അവിടുത്തെ ജനങ്ങൾക്ക് കൂടുതൽ സന്തോഷം ലഭിക്കുന്നത്, അപ്പോൾ അത് തിരഞ്ഞെടുക്കുക. അതാണ് ഈ ഒരു യൂട്ടിലിറ്റേറിയനിസം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു നിയമം നടപ്പാക്കി, അപ്പോൾ ആ നിയമം, ഉദാഹരണത്തിന് ബ്രിട്ടീഷുകാർ ഇവിടെ ഒരു നിയമം നടപ്പാക്കി, ആ നിയമം ഇവിടുത്തെ ജനങ്ങൾക്ക് കൂടുതൽ സന്തോഷം ലഭിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു നിയമം നടപ്പാക്കുക, അങ്ങനെ കൂടുതൽ സന്തോഷം നേടുക എന്നുള്ളതാണ് ഈ ഒരു യൂട്ടിലിറ്റേറിയനിസം, ഉപയുക്തതാവാദത്തിൻ്റെ ഈ ഒരു ആൾക്കാർ വാദിക്കുന്നത്.
പിന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ആദ്യ കാലഘട്ടത്തൊക്കെ ഈ ഒരു മുഗൾ ഭരണത്തെ കൂടുതൽ അംഗീകരിച്ചിരുന്നു ബ്രിട്ടീഷുകാർ. അതായത് ഈ ഒരു ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നത് മുഗൾ രാജവംശങ്ങളായിരുന്നു ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. ഈ മുഗൾ രാജവംശത്തിനെ തകർത്തിട്ടാണ് പ്ലാസി യുദ്ധത്തിൽ ഈ ഒരു ബ്രിട്ടീഷുകാർ അവരുടെ ഈ ഒരു അടിത്തറ ഇവിടെ പാകുന്നത്. അപ്പോൾ ഈ ഒരു മുഗൾ ഭരണാധികാരികളൊക്കെ ആരും അംഗീകരിച്ചിരുന്നു? ഈ ഒരു ബ്രിട്ടീഷുകാർ അംഗീകരിച്ചിരുന്നു. അതേമാതിരി തന്നെ ഈ ഒരു നാണയങ്ങളൊക്കെ അച്ചടിച്ചിറക്കുമ്പോൾ ഈ ഒരു മുഗൾ ഭരണാധികാരത്തിൻ്റെ പേരിലായിരുന്നു ഈ ഒരു നാണയമൊക്കെ അച്ചടിച്ചിട്ടുണ്ട്. അതേമാതിരി തന്നെ പേർഷ്യൻ ഭാഷയൊക്കെയായിരുന്നു ഇവിടുത്തെ ഔദ്യോഗിക ഭാഷ. അതേമാതിരി ഈ ഒരു ഇന്ത്യക്കാരിലെ മുസ്ലിങ്ങൾ, അതുപോലെ തന്നെ ഹിന്ദുക്കൾ, ഇവരൊക്കെ എന്തായിരുന്നു, ബഹുമാനിച്ചിരുന്നു. എങ്ങനെ വെച്ചാൽ ഈ ഒരു ഹിന്ദുക്കാർക്ക് പ്രത്യേക ലോ ഉണ്ടാവും, അതേമാതിരി മുസ്ലിങ്ങൾക്ക് പ്രത്യേക അവരുടെ ശരീഅത്ത് ലോ ഉണ്ടാവും. അത് രണ്ട് മതങ്ങളായതുകൊണ്ട് തന്നെ രണ്ട് നിയമങ്ങളാണ് ഓരോ മതക്കാർക്കും ഉണ്ടാവുക. അപ്പോൾ അവരുടേതായ നിയമങ്ങളൊക്കെ ഈ ഒരു ഇന്ത്യയിലെ കോടതികളിൽ ആര് നടപ്പാക്കിയിരുന്നു? ഈ ഒരു ബ്രിട്ടീഷുകാർ ആദ്യകാലത്തിൽ നടപ്പാക്കിയിരുന്നു. പക്ഷേ ഈ ഒരു റോബർട്ട് ക്ലൈവ് ഇവിടുത്തെ ഗവർണർ അല്ലെങ്കിൽ ഈ ഒരു പ്രഭു ആയപ്പോഴാണ് എന്ത് മാറ്റങ്ങൾ വരുന്നത്. പിന്നീട് ഈ ഒരു റോബർട്ട് ക്ലൈവ് ഇവിടുത്തെ ഭരണാധികാരി ആയപ്പോൾ അദ്ദേഹം ദ്വിഭരണം എന്താവുന്നുണ്ട് കൊണ്ടുവരുന്നത്. ദ്വിഭരണം എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാരായ മുസ്ലിങ്ങളെയും അതുപോലെ തന്നെ ഈ ഒരു ഹിന്ദുക്കളെയും അവരെ തമ്മിൽ ഭിന്നിപ്പിച്ച് ഭരിക്കാനുള്ള ഒരു ആശയം കൊണ്ടുവരികയാണ് ഈ ഒരു റോബർട്ട് ക്ലൈവ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഭിന്നിപ്പിച്ച് ഭരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു ലക്ഷ്യം ഇവിടെ നടപ്പാക്കുമ്പോൾ ഇന്ത്യക്കാരിലെ മുസ്ലിങ്ങൾക്കും അതേമാതിരി ഹിന്ദുക്കൾക്കും ഇടയിൽ നിന്നുണ്ടാവും ഒരു പരസ്പര വൈരുദ്ധ്യത, ഒരു ശത്രുത ഉടലെടുക്കും. ഇത് വംശീയ സംഘർഷങ്ങൾക്കൊക്കെ വഴിയൊരുക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ എന്താക്കാൻ പറ്റും? നമ്മുടെ ഈ ഒരു ഒത്തൊരുമ തകർക്കാൻ പറ്റും. അങ്ങനെ ഒരു ഒത്തൊരുമ തകർത്താൽ ഇവിടെ എന്താക്കാൻ പറ്റും? നമ്മുടെ ഈ ഒരു ഇന്ത്യ മൊത്തത്തിൽ ബ്രിട്ടീഷുകാർക്ക് കീഴടക്കാം എന്നുള്ള ഒരു ലക്ഷ്യം അവർക്കുണ്ടായിരുന്നു. അപ്പോൾ അതിനു വേണ്ടിയാണ് അവർ ദ്വിഭരണം നടപ്പാക്കുന്നത്. അപ്പോൾ ഒരു ബ്രിട്ടീഷ് ഭരണകാലത്ത്, അതായത് ഈ ഒരു റോബർട്ട് ക്ലൈവ് ഭരണം ഏറ്റെടുത്തപ്പോഴാണ് ദ്വിഭരണം നടപ്പാക്കുന്നത്. അതുവരെ ഈ ഒരു ഈ ഒരു ഇന്ത്യയുടെ പാരമ്പര്യങ്ങളൊക്കെ ബ്രിട്ടീഷുകാർ അംഗീകരിച്ചിരുന്നു. പക്ഷേ റോബർട്ട് ക്ലൈവിൻ്റെ ശേഷമാണ് ഇവിടെ ഒരു വംശീയ കലാപങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉടലെടുക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ ആദ്യം അദ്ദേഹം മനസ്സിലാക്കിയത് എന്താ വെച്ചാൽ ഒരു ഇന്ത്യക്കാരുടെ ഈ ഒരു നിയമങ്ങൾ അതേമാതിരി ആചാരങ്ങൾ അതൊന്നും പഠിക്കാതെ ഒരിക്കലും ഉണ്ടാവില്ല ഇവിടെ ഭരണം നടത്താൻ സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിനെന്തായി, ബ്രിട്ടീഷുകാർക്ക് ഇങ്ങനത്തെ ഈ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കണമല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് എന്ത് ഈ ഒരു 1500 ഫോർട്ട് വില്യം കോളേജൊക്കെ സ്ഥാപിക്കുന്നത്. ഈ ഒരു കൊൽക്കത്തയിൽ എന്തായി ഈ ഒരു ബ്രിട്ടീഷ് സിവിൽ ഉദ്യോഗസ്ഥരൊക്കെ ഈ ഒരു ഇന്ത്യൻ ആചാരങ്ങൾ, നിയമങ്ങൾ ഇതൊക്കെ പഠിപ്പിക്കാൻ വേണ്ടി, അതേമാതിരി ഇന്ത്യൻ വിശ്വാസങ്ങൾ ഇതൊക്കെ പഠിപ്പിക്കാൻ വേണ്ടി ഫോർട്ട് വില്യം കോളേജ് സ്ഥാപിക്കുന്നുണ്ട് 1500. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ക്ലാസ്. അപ്പോൾ ഇതിൽ ചുരുക്കി പറഞ്ഞാൽ എന്താ വെച്ചാൽ ഈ ഒരു ബ്രിട്ടീഷുകാരുടെ ഈ ഒരു ഇന്ത്യയിലുള്ള ഭരണത്തിന് കുറേ ഐഡിയോളജീസ്, കുറേ പ്രത്യയശാസ്ത്രങ്ങളുണ്ട്. കേവലം ഭരിക്കുക എന്നത് മാത്രമല്ല, കുറേ കാര്യങ്ങൾ അവരിവിടെ ആ ഒരു ആശയത്തിൻ്റെ ഭാഗമായിട്ടാണ് നടപ്പിലാക്കിയത്. അങ്ങനത്തെ കുറേ ആശയങ്ങൾ നമ്മൾ പറഞ്ഞു നേരത്തെ. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഓർത്ത് വെക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇതിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാവുന്നതാണ്, അല്ലെങ്കിൽ നമ്മുടെ ടെലിഗ്രാമിൽ പേഴ്സണൽ മെസ്സേജ് അയച്ചാലും മതി. പിന്നെ നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഒരു ലൈക്കും തന്ന് സഹകരിക്കുക. പിന്നെ നിങ്ങളുടെ ഈ ഒരു കൂട്ടുകാർ ഹിസ്റ്ററി പഠിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ താങ്ക് യു.